എങ്ങനെയുണ്ട് പ്രാക്ടീസ് ഒക്കെ? എവിടെ എത്തി പ്രാക്ടീസ് ഒക്കെ? പറയൂ. നന്നായി പോകുന്നുണ്ട്. അടിപൊളിയല്ലേ? എക്കോ ഹീലിംഗ് അടിപൊളിയല്ലേ? ശരിക്കും? ഇനിയും എക്കോസിന് എടുക്കാൻ കഴിയാത്തവരുണ്ടോ? എടുക്കേണ്ട ആവശ്യമല്ല, അത്രയും ഉണ്ട് അല്ലേ? മനസ്സിലായില്ലേ? എക്കോസിന് എടുക്കാൻ ധൈര്യം ഇല്ലാത്തവരുണ്ടായിരുന്നു എന്ന് കേട്ടു. എക്കോസ് ഉണ്ട്, എടുക്കേണ്ട കാര്യമില്ല. ഉള്ളിൽ ഇഷ്ടം പോലെ എക്കോസ് ഉണ്ട്. നന്നായി പോകുന്നു, നന്നായി പോകണമെന്ന് വിചാരിക്കുമ്പോ നീ അത്ര നന്നാവണ്ട എന്നൊരാള് പറയുന്നുണ്ട്, ഇല്ലേ ഉള്ളില്? അല്ലെങ്കിൽ അത്രയൊക്കെ വേണോന്ന് ചോദിക്കുന്നുണ്ട്, അതുമില്ലേ? നാസർക്ക് എന്താ 2 ഡിവൈസ് കയറിനോ? 2 ഡിവൈസിൽ കാണുന്നു. ഒന്നിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്, ഒന്നില് ഇരുട്ടുമാണ്. എന്താ സംഭവം? ഒന്ന് ലാപ്പും ഒന്ന് മൊബൈലും ആണോ? ആയിരിക്കും അല്ലെ? ഓക്കെ. നന്നായി പോവണമെന്ന് വിചാരിക്കും. അത്ര നീ നന്നായി പോവണ്ടെന്ന് ഒരാൾ നമ്മോട് പറയും, അല്ലെ? അസനത്തിന് എന്താ ഈ എക്കോനെ ക്ലിയർ ആയി കിട്ടാന്ന് പറഞ്ഞെന്നെ? എന്താ ക്ലിയർ ആയി? അസനത്തിന് ഒരാൾ ഉള്ളിൽ പറയുന്നില്ലേ നന്നാവണമെന്ന്? മറ്റൊരാൾ പറയുന്നില്ലേ എന്തിനാണത്, എങ്ങനെയാണത്? ഒരാൾ ചോദിക്കുന്നില്ല എപ്പോഴും? ഉള്ളിൽ ഒരാൾ ഇപ്പോഴും സംശയം, അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും ചെയ്യാതെ ബാക്കോട്ട് വലിക്കുന്ന ഒരു ഫോഴ്സ് ഫീൽ ചെയ്യണില്ലേ? ആരോ പിറകോട്ട് വലിക്കുന്ന പോലെ തോന്നാറില്ല സ്നത്തെ? സ്വർണോ, ആരാണ് ഈ പിറകോട്ട് വലിക്കുന്നത്? ആരാണ് പിറകോട്ട് വലിക്കുന്നത്? അസ്നത്തിന് അങ്ങനെ പിറകോട്ട് വലിക്കുന്ന ആളെ കണ്ടെത്താൻ പറ്റിയില്ലേ? ഉള്ളിലെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ആളോടാണ് ഞാൻ വീണ്ടും സംസാരിക്കുന്നത്. നിങ്ങൾ വേട്ടയാടില്ല, ഇതേപോലെ ആരെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതാ ഞാൻ ചോദിക്കുന്നത്. ഒന്ന് യെസ് ഓർ നോ പറ, എന്തെങ്കിലും ഒന്ന് പറ. ആ, സീറോ ആകുന്നില്ല. അതാണ് പ്രശ്നം. അസ്നത്തിന് മോശം അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? മോശം ഓർമ്മകൾ ഉണ്ടായിട്ടില്ലേ? യെസ് ഓർ നോ? ഈ മോശം അനുഭവങ്ങൾ ഓർമ്മയായിട്ട് ഇപ്പോഴും വേട്ടയാടുന്നില്ലേ? ആ മോശം ഓർമ്മയിലെ ആ ഒരു ചിത്രത്തിന്റെ പേരാണ് എക്കോ. ഇപ്പോൾ മനസ്സിലായില്ലേ? അത് തന്നെയാണ് നിങ്ങളുടെ എക്കോ. കിട്ടേണ്ട കാര്യമൊന്നുമില്ല, ഉള്ളിലുള്ള കാര്യമാണ്. ഒരു പ്രത്യേക ഓർമ്മയിലെ ഒരു പ്രത്യേക ചിത്രം, പ്രത്യേക ചില ഫീലിങ്സോടുകൂടെ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. മനസ്സിൽ പതിഞ്ഞ, ഉള്ളിൽ പതിഞ്ഞ ചില പ്രത്യേക ചിത്രങ്ങൾ, ചില പ്രത്യേക വികാരങ്ങളോടെ നിങ്ങളെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? സ്റ്റക്കായുള്ള എവിടെയോ നിങ്ങൾ സ്റ്റക്ക് ആയിട്ടുണ്ട്, ശരിക്കും മനസ്സിലായി? ആ സ്റ്റക്കായുള്ള എനർജി മനസ്സിലാവുന്നു? അസ്ലത്തിന് മനസ്സിലാവുന്നുണ്ടോ?
ഇപ്പോഴും നിങ്ങളെ വേട്ടയാടുന്ന ആ ഓർമ്മകൾ, ആ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ എല്ലാ പ്രശ്നങ്ങളുടെ പിന്നിലുള്ളത് ഈ മെമ്മറിയാണ്, ഈ ഓർമ്മയാണ്. അത് കേവലം ഓർമ്മയല്ല, അതൊരു സ്റ്റക്ക് എനർജിയാണ്. എക്കോ പഠിക്കുമ്പോൾ ബേസിക്കലി നമ്മൾ പഠിച്ച എന്താണ്? നെഗറ്റീവ് ടോക്സിക് മെമ്മറീസ് പഠിച്ചു അല്ലെ? പക്ഷെ അഡ്വാൻസ് നമ്മൾ എന്താ പഠിച്ചത്? കേവലം ഓർമ്മകളല്ല അത്, അതൊരു ഫ്രോസൺ കോൺഷ്യസ്നെസ് ആണ്. നമ്മളെ ഉള്ളിൽ നമ്മൾ ഫ്രീസ് ആയി പോയ നിമിഷം, സ്റ്റക്ക് ആയി പോയ നിമിഷം, അത് ചിലയിടത്ത് നന്നായിട്ട് നമ്മൾ ഫ്രീസ് ആയിട്ടുണ്ടാവും, ഷോക്കായി ഉണ്ടാവും. ചിലയിടത്ത് നമ്മൾ ചെറുതായിട്ട് ഷോക്കായിട്ടുണ്ടാവും. ആ ഫ്രോസൺ ആയിട്ടുള്ള മെമ്മറിയാണ് ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്റ്റക്ക് ആയിട്ടുണ്ട്. സ്വർണ്ണ ജീവിതത്തിൽ പലപ്പോഴും സ്റ്റക്ക് ആയിട്ടുണ്ട്. ആ സ്റ്റക്കായുള്ള ആ നിമിഷത്തെ കൊണ്ടുവരിക, അതാണ് സ്റ്റെപ്പ് ഇൻ ടു ദാറ്റ് മെമ്മറി. ആ മെമ്മറിയിലേക്ക് കിടക്കുക. ആ മെമ്മറിയിലേക്ക് കിടക്കുന്ന സമയത്ത് ഞാൻ സേഫ് ആണെന്ന് പറയണം. ഞാൻ സേഫ് ആണ്, ഞാൻ സേഫ്. ആരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഞാനല്ലാത്ത മറ്റൊരു ഞാൻ, വേദനിച്ച ഞാൻ. അതൊരു നെഗറ്റീവ് എനർജി ആയിട്ട് അവിടെ കിടക്കുകയാണ്, നമ്മളെ ഫീൽഡിൽ കിടക്കുകയാണ്. വേദന അനുഭവിച്ച ഞാൻ. അതാണ് ഐ ആം നോട്ട് മൈ എക്കോ. ഞാൻ എക്കോ അല്ല. പിന്നെ ഞാൻ ആരാണ്? എക്കോന്റെ മേലിൽ ഞാൻ ആരാണ്? ഐ എം കമ്മിങ് ഫ്രം ഫ്യൂച്ചർ. ഞാൻ ഫ്യൂച്ചറിൽ നിന്ന് വരികയാണ് അല്ലേ? ഞാൻ എന്റെ ഫ്യൂച്ചറിൽ നിന്ന് വരികയാണ്. ഏത് രീതിയിൽ പറയാട്ടോ? അസ്നത്തിന് മനസ്സിലായോ? ആ വേദനിച്ച ഓർമ്മകളെ എക്കോനെ കിട്ടിയോ? ഒരുപാടെണ്ണല്ലേ? ഒരുപാടെണ്ണല്ലേ? യെസ് ഓർ നോ? അതിൽ ഏറ്റവും കൂടുതൽ വേദനിച്ച ആ പിക്ചർ, യെസ്, അതാ പറയുന്നത്. കിട്ടുന്നില്ല എന്ന് വെറുതെ പറയാ. നിങ്ങളുടെ തലയിൽ മൊത്തം എക്കോണ്. അത് ഏറ്റവും കൂടുതൽ വേദനിച്ചതിനെ ആ മെമ്മറി എടുക്കുക. അതാണ് സ്റ്റെപ്പ് ഇൻ ടു ദ മെമ്മറി. മെമ്മറിയിലേക്ക് കിടക്കുക. അപ്പൊ നമ്മൾ പറയാ ഐ ആം സേഫ്. ഞാൻ സേഫ് ആണ്. എന്തിനാ ഞാൻ വന്നത് ആ മെമ്മറിയിലേക്ക്? നിന്നെ കാണാൻ, വേദന അനുഭവിച്ച നീ എന്ന എക്കോനെ കാണാൻ ഞാൻ വന്നതാണ്. എന്തുണ്ട് വിശേഷം? ഇപ്പോഴും വേദനയുണ്ടോ? നമ്മൾ നമ്മളെ രണ്ടായി കാണുകയാണ് സ്നത്തെ, മനസ്സിലായില്ലേ? നമ്മൾ എന്ന ഇപ്പോഴത്തെ ഈ വ്യക്തിയെയും നമ്മളെ ഉള്ളിൽ വേദന അനുഭവിച്ച വ്യക്തിയെയും നമ്മൾ വേറെ കാണും. രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. അങ്ങനെ രണ്ടായി കാണുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ഡിറ്റാച്ച്മെന്റ് സംഭവിക്കുന്നത്. നമ്മൾ ബേസിക്കൽ എന്താണ്? രണ്ടും ഒന്നായിരുന്നു അല്ലെ? ഇവിടെ രണ്ടായി കാണുന്നു, ഡിറ്റാച്ച്ഡ് ആവുന്നു. സത്യം തന്നെയല്ലേ? ഞാൻ എന്ന വ്യക്തിയും എൻ്റെ മോശം അനുഭവവും ഒന്നായി തീരൽ യാഥാർത്ഥ്യമല്ലേ? കാരണം ആ ഒരു അനുഭവം എന്നോ കഴിഞ്ഞു പോയില്ലേ? ഇപ്പോഴും അത് വേട്ടയാടേണ്ട കാര്യമില്ല. അത് പണ്ടെങ്ങാനോ സംഭവിച്ചതാണ്. അതിപ്പോഴും വേട്ടയാടേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്നാൽ അത് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് താനും. അതാണ് അതിന്റെ രസേ. അപ്പൊ നമ്മൾ പറയാ അതൊക്കെ വിട്ടോളൂ. അങ്ങനെ വിട്ടിട്ട് പോകുന്നില്ല, അതാണ് പ്രശ്നം. അങ്ങനെ വിട്ടത് കൊണ്ട് അത് പോകില്ല എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അത് പോക്കേണ്ട രീതിയിൽ അതിനെ നമ്മൾ പോക്കണം. മനസ്സിലായില്ലേ? അതിന് ക്ഷമയോടെ നമ്മൾ എന്ത് ചെയ്യണം? കാത്തിരുന്ന് പ്രാക്ടീസ് ചെയ്യണം.
അതിനാണ് എക്കോനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാവണം. എന്ത് പ്രശ്നം വന്നാലും ആ പ്രശ്നത്തിന് സമാനമായുള്ള എക്കോ കളിക്കുന്നുണ്ട് എന്ന് മനസ്സിലായാൽ മതി. ക്ലിയർ അല്ലേ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതെ, മറന്നാലും അത് പുറമേക്ക് നമ്മൾ മറക്കുന്ന, ഉള്ളിൽ അത് മറക്കുന്നില്ല. മെമ്മറിയിൽ ആ സാധനം ഉണ്ട്. മനസ്സിലായില്ലേ? മറക്കുന്നില്ല, നമുക്ക് തോന്നുക. മറക്കുന്നില്ല. എങ്ങനെ? കർട്ടൻ വെച്ച പോലെയാണ്. കർട്ടൻ വെച്ചുകൊണ്ട് അകത്ത് ഇരുട്ടാക്കുന്ന പോലെയാണ്. കർട്ടൻ വെച്ചുകൊണ്ട് രാത്രി ആവുന്നില്ല അല്ലേ? കർട്ടൻ വെച്ചതുകൊണ്ട് നമ്മൾ റൂം എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും രാത്രി പോലെ ഇരുട്ടാവുന്നില്ല. പക്ഷെ നമ്മൾ നല്ല ഭദ്രമായുള്ള ഒരു കർട്ടൻ വെച്ച് കഴിഞ്ഞാൽ രാത്രി പോലെ ആക്കാം നമ്മളെ റൂം. യഥാർത്ഥത്തിൽ രാത്രി അല്ല, നമുക്കറിയാം അല്ലെ? പുറമെ അതിനപ്പുറത്തേക്ക് കുറെ കാര്യങ്ങളുണ്ട് എന്നതുപോലെ മറഞ്ഞിരിക്കുകയാണ്. നമ്മൾ മറച്ചു വെച്ചിരിക്കുകയാണ് ആ യാഥാർത്ഥ്യം അപ്പുറം ഉണ്ട് എന്നുള്ളതിന്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാ? അതെ, അതിനെ മനസ്സിലാക്കുക, സീരിയസ് ആയി എടുക്കുക കേട്ടോ. നല്ല റിസൾട്ടാണ് എക്കോ ഹീലിംഗ് അല്ലേ? നമ്മൾ ഇതിനെ സീരിയസ് ആയി എടുക്കണം. എല്ലാവരും സീരിയസ് ആയി. അതിനാണ് അഡ്വാൻസ് ഐ.ടി.സി നമ്മൾ നടത്തുന്നത്. നല്ല റിസൾട്ട്. കാരണം വെച്ചാൽ കറക്റ്റ് റൂട്ട് കോസിന് ഹീൽ ചെയ്യാൻ ഇത്രയും മനോഹരമായുള്ള ഒരു ടെക്നിക്ക് ഇല്ല. എടുക്കുക, വിട്ടുപോയി കഴിഞ്ഞു എന്നൊക്കെ തോന്നുന്ന ലിസ്റ്റ് ഔട്ട് ചെയ്യുക. നമ്മളെ സിയാൾക്ക് അവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓരോന്ന് എഴുതി നോക്കും, ഓരോ മെമ്മറീസ് വരുന്നത്. എന്നിട്ട് ഓരോന്ന് ഹീൽ ചെയ്യുക, ടിക്ക് ചെയ്യുക. റിലാക്സ് ചെയ്യണം കേട്ടോ. ഭയങ്കര ഓവർ സ്ട്രെസ്സും സ്ട്രെയിൻ കൊടുക്കരുത്. എന്താണ്? ഐ എം സേഫ്. ഓക്കെ അല്ലേ? അതാണ് നമ്മുടെ ഈ കോൺഷ്യസ്നെസ്, ഈ ബോധമണ്ഡലത്തിൽ നിന്ന് വേദന കൊണ്ട് ഫ്രീസ് ആയിപ്പോയ, തെറിച്ചു നിൽക്കുന്ന ഒരു ഭാഗമാണത്. നമ്മൾ വളരെ അവബോധത്തിലാണ്, ഹാപ്പിയിലാണ്, ഈ നിമിഷത്തിന്റെ പൂർണ്ണമായുള്ള ബോധത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഈ നിമിഷത്തിന്റെ പൂർണ്ണമായുള്ള ബോധത്തിൽ നമ്മളുള്ളത്. എന്നാൽ ഈ നിമിഷത്തിന്റെ ബോധത്തിനോട് ചേരാത്ത അസ്വസ്ഥതകൾ കളിക്കുന്നുണ്ട്. ആ അസ്വസ്ഥത എന്ന് പറയുന്നത് അത്തരം മെമ്മറീസ് ആണ്, അത്തരം ഓർമ്മകളാണ്. ആ ഓർമ്മകളിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന ആളെ പിടി കിട്ടുന്നു. 5-ാം വയസ്സിൽ, 6-ാം വയസ്സിൽ, 7-ാം വയസ്സിൽ, ഏത് വയസ്സാവട്ടെ. അപ്പൊ അവിടെ ഒരു സ്റ്റക്ക് ഫീൽ ചെയ്തു. ആളെ മുഖമൊന്നും കിട്ടണം എന്നില്ല കേട്ടോ. ആദ്യം ചിലർ പറയുന്ന എക്കോനെ കിട്ടുന്നില്ല. എക്കോന്റെ ഫേസ് കിട്ടണം യാതൊരു നിർബന്ധവും ഇല്ല. അവിടെ സ്റ്റക്ക് എനർജി ഫീൽ ചെയ്താൽ മതി. സ്റ്റക്കായെന്ന് ഉറപ്പല്ലേ? പ്രയാസപ്പെട്ടെന്ന് ഉറപ്പല്ലേ? നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ട് നമുക്ക് ഉറപ്പല്ലേ? ദാറ്റ്സ് ഓൾ. അത് മതി. അത് വെച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ട് വിഷ്വൽ ചെയ്യുക, ഒന്ന് കാണുക, വിഷ്വൽ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആളെ പതിയെ ഒരു വ്യക്തതയിൽ കൊണ്ടുവന്നുകൊണ്ട് ആക്ച്വലി നിന്റെ പ്രശ്നം എന്താണ്? ആദ്യം ഒന്നും പറഞ്ഞു തരില്ല അല്ലേ? ഒന്നും പറയില്ല, ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, ഒന്നും കിട്ടൂല. പക്ഷെ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ മനസ്സിലാവും, ആള് പ്രശ്നം പറയുന്ന പോലെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും അല്ലേ? എനിക്ക് പ്രശ്നമുണ്ട്. ആ വേദന, ആ മോശം അനുഭവത്തിന്റെ വേദന, പെയിൻ ഉണ്ട്. ആ പെയിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ശരിക്കും മനസ്സിലാക്കും. ആ പെയിന് പറയുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ സേഫ്റ്റി മറക്കരുത്. എന്താണ്? നമ്മളെ സേഫ്റ്റി കൊണ്ടുവരണം. നമ്മളെ സേഫ്റ്റി കീപ്പ് ചെയ്യണം. ഐ എം സേഫ്. ഐ ആം നോട്ട് മൈ എക്കോ. ഞാൻ എൻ്റെ എക്കോ അല്ല. പിന്നെ എന്തിനാ ഞാൻ ഇങ്ങോട്ട് വന്നത്? വൈ ആം ഐ ഹിയർ? പിന്നെ എന്തിനാ ഞാൻ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്തിനാ വന്നേ? ഹെൽപ്പ് യു. ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ടു ഹീൽ യു, അല്ലെ? ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹീൽ ചെയ്ത് ജീവിതത്തിൽ ഒരുപാട് ആൾക്കാർ വലിയ മിറക്കിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ മിറക്കിൾസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ജീവിതത്തിൽ ഫുൾ ഓഫ് മിറക്കിൾസ് എത്ര ആൾക്കാർക്ക് ആഗ്രഹമുണ്ടെന്ന് എന്റെ ക്വസ്റ്റ്യൻ. ജീവിതത്തിന്റെ അതിന്റെ സൗന്ദര്യം പൂർണ്ണമായും അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ ഓരോന്നോരോന്നായി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നിങ്ങളെ ബിസിനസ് എക്കോ, നിങ്ങളുടെ വെൽത്ത് എക്കോനൊക്കെ എടുത്ത് പൊട്ടിച്ചാൽ നിങ്ങൾ ബിസിനസ് പറക്കുന്നേ. നിങ്ങൾ ഇപ്പോഴും ഇതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. നിങ്ങളെ വെൽത്ത് ഒക്കെ പൊട്ടിയാൽ നിങ്ങൾക്ക് ഭയങ്കര ഓപ്പണിംഗ് ആണ്, ക്യാഷ് വരും. നിങ്ങൾ എത്ര വർക്ക് ചെയ്തിട്ടും സ്റ്റക്ക് ആകുന്ന എനർജി ആണ്ട് ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും, ആ വാവ്, എവിടെയായിരുന്നു ഇതൊക്കെ തോന്നിപ്പോ. നിങ്ങൾ കുറെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ സ്റ്റക്ക് അല്ലേ പലയിടത്തും. ആ സ്റ്റക്ക് എനർജി അങ്ങോട്ട് പോയാല് ഫീൽ ഫ്രീഡം എന്നാ. നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു ഫ്രീഡം പുറത്തു വരും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും. അതാണ് എക്കോ ഹീലിംഗിന്റെ റിസൾട്ട്, റൈറ്റ്? അപ്പോ സീരിയസ് ആയി എടുക്കുക, സ്ട്രെസ് ആവാനല്ല, സീരിയസ് ആൻഡ് ഹാപ്പി. ഭയങ്കരമായിട്ട് എടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്രയാസപ്പെടുന്നു. അങ്ങനെ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുന്നേ. നമ്മൾ മറന്നു ഇല്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും വരും. നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ അത് ഫോളോയിങ് ദ എനർജി കേട്ടോ ചെയ്യാം, റൈറ്റ്? എല്ലാം നേരെ ഇരിക്കാം, പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താന്നുള്ളത് വെറുതെ ഒന്ന് ഫീൽ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോഴും ക്ലിയർ ആവാത്ത, സ്റ്റക്കായി കിടക്കുന്ന എന്തോന്നുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നേ. മാറി എന്ന് വിചാരിച്ചത് ഇപ്പോഴും വിട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോഴും പൂർണ്ണമായുള്ള ഫ്രീഡം ലഭിച്ചിട്ടില്ല എന്ന് തോന്നുന്ന വിഷയം. കാലുകൾ തറയിൽ പതിച്ച് സ്ട്രൈറ്റ് ആയിരിക്കുക. ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ബ്രീത് ഇൻ, ബ്രീത് ഔട്ട്. ബ്രീത് ഇൻ, ബ്രീത് ഔട്ട്. ബ്രീത് ഇൻ, ബ്രീത് ഔട്ട്. എന്താണ് ഇപ്പോഴും നിങ്ങളെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തടയുന്നത്? എവിടെയോ ഒരു സ്റ്റക്ക് ഫീലിംഗ്. എന്നെ കൊണ്ട് കഴിയില്ല, പറ്റില്ല, അല്ലെങ്കിൽ തളർന്നു പോകുന്നു, ക്ഷീണിച്ചു പോകുന്നു, വിചാരിച്ച പോലെ നടക്കുന്നില്ല, അതുകൊണ്ട് ചെറിയ അസ്വസ്ഥതയുണ്ട്, പ്രയാസമുണ്ട്. സോ അത് ശരിക്കും ചെയ്യാം. എന്നിട്ട് ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ബോഡിയിൽ എവിടെയാണ് നിങ്ങൾക്ക് അസ്വസ്ഥത വരുന്നത് നോക്കുക. ബോഡി സ്കാനിങ് നടത്തുക. തലയുടെ മുകൾ ഭാഗത്ത് നിന്ന് തുടങ്ങി താഴോട്ട്, നെറ്റിയുടെ ഭാഗം, കണ്ണുകളുടെ ഭാഗം, മുക്കിന്റെ ഭാഗം, കവിളുകൾ, കഴുത്ത്, ചെവി, ഷോൾഡേഴ്സ്, നെഞ്ച്, ഓരോ ഭാഗത്ത് താഴോട്ട്. എവിടെയാണ് നിങ്ങൾക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്ന, ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നത്?
ഒരു പിടുത്തം പോലെ, ഒരു സ്റ്റക്ക് പോലെ, അല്ലെങ്കിൽ ചെറിയ വേദന പോലെ, ചെറുതായിട്ടെങ്കിലും ഉണ്ടാവും അല്ലേ? യെസ്, അത് കിട്ടിയവര് ജസ്റ്റ് സ്റ്റാർട്ട് ടാപ്പിംഗ്. ചെറുതായിട്ടെങ്കിലും എവിടെയെങ്കിലും അസ്വസ്ഥത ഫീൽ ചെയ്തവര് തലക്ക് മുകളിൽ ടാപ്പ് ചെയ്യാം, ടോപ്പ് ഓഫ് ദി ഹെഡ്. ദിസ് ഫീലിംഗ്, ദിസ് വെയിറ്റ്, ദിസ് ഷേപ്പ്, ദിസ് കളർ. എന്താണ് വരുന്നത് നോക്കട്ടാ. എവിടെയാണ് ബോഡിയിൽ? എങ്ങനെയുള്ള അസ്വസ്ഥതയാണ്? വേദനയാണോ, അല്ലെങ്കിൽ മനസ്സിലെ പ്രയാസമാണോ? വാട്ട്സ് എ നമ്പർ? ഓക്കെ, കൈ താത്തിയിട്ടോളൂ. എത്രയും നമ്പർ നോക്കൂ, ഒന്ന് ടൈപ്പ് ചെയ്യൂ. 10 ഉണ്ട് അല്ലേ ഷമീന? ഡെയിലി പ്രാക്ടീസ് ചെയ്യണം പോലെ 10 ഉണ്ട്. കുറെ ആൾക്കാർക്ക് 10 ഉണ്ട്. 7. അപ്പൊ എന്ത് ചെയ്യേണ്ടത്? 8 ഷോൾഡർ. എല്ലാവർക്കും നന്നായി ഉണ്ടോ നോക്കൂ. യെസ്, സ്റ്റെപ്പ് ചെയ്യൂ. This weight, this shape, this feeling, ഈ അസ്വസ്ഥത, ഈ ഭാരം, this number. കണ്ണു തുറന്നു. This number in this part of my body, this memory, this weight, മെമ്മറിയിലേക്ക് എടുക്കുക കേട്ടോ. I am not my echo. You can see, കാണാൻ പറ്റുന്നത് ആ മെമ്മറിയിലെ വിഷ്വലൈസ് ചെയ്യും. I am safe. This memory, this pain, I am safe. This memory, this pain, I am safe. This number, this memory, this echo, this feeling, this freezing in this part of body. Recording in progress. In this part of body, this freezing,
this member, this pain. I'm safe. I am not my echo. I'm here to help you. This pain, this weight, this number, skull. This number, this color. ഈ സംഭവം, ഈ memory, ഈ echo. I am safe. Okay? ഇപ്പൊ നമ്മൾ എന്തിനാ ഇങ്ങനെ ചെയ്തത്? ആ എക്കോനെ ശരിക്കും വേറെ കാണാൻ വേണ്ടിയിട്ടാണ് അല്ലേ? പറ്റുന്നില്ലേ? ഞാൻ വേറെ എക്കോ വേറെ എന്നുള്ളത് ഫീൽ ശരിക്കും കിട്ടുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. നമ്മളെ സേഫ് ആക്കാനാണ് കേട്ടോ. ആദ്യം നമ്മൾ നമ്മളെ സേഫ് ആക്കണം. എക്കോ ഹീലിംഗിൽ ശ്രദ്ധിച്ചാൽ നമ്മളെ സേഫ് ആക്കണം. ഇപ്പൊ എക്കോന്റെ ഒന്നും കൂടെ ക്ലിയർ ആയി കിട്ടിയില്ലേ? ഇങ്ങനെ ചെയ്താൽ എങ്ങനെ വരും? ഐ എം സേഫ്. എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. പറ്റും അസ്നത്ത്, കൺഗ്രാജുലേഷൻ. ഓക്കെ, എക്കോനോട് നമുക്ക് സംസാരിക്കാം അല്ലേ? എക്കോ റെഡി അല്ലേ? ശരിക്കും എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു നോക്കാം. ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അന്നത്തെ ദിവസം എന്താണ് ശരിക്കും ഉണ്ടായത്? ആ ലൊക്കേഷൻ എവിടെയായിരുന്നു? അപ്പൊ എന്ത് ചെയ്യായിരുന്നു? എന്തായിരുന്നു ഉദ്ദേശം? എവിടേക്കായിരുന്നു പോയിരുന്നത്? ആരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത് എന്ന് നോക്കുക, എന്ന് വിഷ്വൽ ചെയ്യാം. ലൊക്കേഷൻ, കൂടെയുള്ള ആളുകള്, ഏജ്. ഏജ് എത്രയാണ്? ഡീറ്റെയിൽസ് മാക്സിമം. ഏജ് ഏതാണ്? പ്രായം. എന്താണ് അവിടെ സംഭവിച്ചത്? ആദ്യം എന്ത് സംഭവിച്ചു? പിന്നെന്ത്? പിന്നെന്ത്? യെസ്, അപ്രതീക്ഷിതമായുള്ള സ്റ്റക്ക് ഫീൽ ചെയ്തു അല്ലെ? എത്തിയോ? ആ പീക്കിലെത്തിയോ? ആ ഇമോഷണൽ പീക്കിലെത്തിയോ? ഓ, പിന്നാലും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. ആ പീക്കിലെത്തിയവര് ടാപ്പ് ചെയ്യാം. ടോപ്പ് ഓഫ് ദി ടാപ്പ് ചെയ്യാം. എക്കോനെ ടാപ്പ് ചെയ്തു. സെൽഫിലും ചെയ്യാം, എങ്ങനെയും ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് എങ്ങനെ ചെയ്തോളാം. എക്കോനെ മുന്നിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് from -10 to +10. What's the number? From -10 to +10. What's the number? Where is the feeling? ചോദിക്കുക കേട്ടാ.
ഹൗ ഈസ് ദ ഫീൽ? എങ്ങനെയാണോ പെയിൻ? എങ്ങനെയാണ് ആ ഒരു ഫ്രീസിങ്? ജസ്റ്റ് ടാപ്പ് ഓൺ. വിഷ്വലൈസ് ചെയ്യുക, നെഗറ്റീവ് എനർജി വിഷ്വലൈസ് ചെയ്യുക. എവിടെത്തി ഷെരീഫെ? വാട്ട്സ് നമ്പർ? കുറയുന്നുണ്ടോ? ജസ്റ്റ് ടാപ്പ് ഓൺ. ഐ എം സേഫ്, ഐ എം സേഫ്. നമ്മൾ നമ്മളെ സർക്കിളിൽ നിൽക്കണേ. എക്കോന്റെ സർക്കിളിൽ നിർത്തുക. നമ്മൾ നമ്മളെ സർക്കിളിൽ നിൽക്കുക. എക്കോന്റെ ഫീൽ എന്താ നോക്കുക. ഒറ്റപ്പെട്ടിരിക്കുകയാണോ, പാവായിരിക്കുകയാണോ, സങ്കടപ്പെട്ടിരിക്കുകയാണോ? എന്താ എക്കോന്റെ ഫീൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ടാപ്പ് ഓൺ. എന്താണ്? നിസ്സഹായാവസ്ഥയാണോ പറയാ? നിരാശ. ആ, കൊടുക്കേ. ടാപ്പ് ചെയ്യോ കേട്ടോ. ഹെൽപ്ലെസ്. ഇല്ല, മിക്കവാറും ഒറ്റപ്പെട്ടിരിക്കുന്ന എക്കോസ് ആയിരിക്കും കേട്ടോ ചിലപ്പോ. അല്ലെങ്കിൽ നിരാശ. അപ്പൊ എക്കോ എന്താ പ്രതീക്ഷിക്കുന്നുണ്ട്? എന്താണത്? എക്കോക്ക് എന്തോ കിട്ടിയിട്ടില്ല, അതിന് നിരാശയല്ലേ? എന്തോ തീവ്രമായിട്ട് എക്കോ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ കിട്ടിയില്ല. എന്റെ നിരാശ, വിഷമം. ആ നിരാശ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്ന് കുറച്ച് കൊണ്ടുവരും കേട്ടോ. അതിനൊന്ന് വിഷ്വലൈസ് ചെയ്യാം. എവിടെയാണ് നിരാശ? എക്കോ എന്ന് കാണുന്നത് എവിടെയാണ് നിരാശ കാണുന്നത്? ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കൂ. ആ ഭാരം, ആ ദുഃഖം, ആ ഒറ്റപ്പെടൽ എക്കൊക്കെ എവിടെയോ കാര്യമായിട്ട് ഫീൽ. ആരും സപ്പോർട്ട് കിട്ടിയില്ല, ആരും ഹെൽപ്പ് ചെയ്തില്ല, ഒറ്റപ്പെട്ടു. സങ്കടം, നിരാശ അല്ലേ? അത് ഇങ്ങനെ ആ ഒരു ഫീൽ എവിടെയാണ്? ജസ്റ്റ് ടാപ്പ് ഓൺ the size, the color, the number, the feeling. പാവം ഒറ്റപ്പെട്ടിരിക്കുന്ന എക്കോന്റെ അവസ്ഥകൾ കാണാണ്. ഓക്കെ, ടാപ്പ്. നമുക്ക് ആ ഫീല് വരുന്നുണ്ടെങ്കിൽ ഐ എം സേഫ്, ഐ എം സേഫ്, കം ബാക്ക്. നമ്മൾ തിരിച്ചു വരണേ, നമ്മുടെ സർക്കിളിലേക്ക് തിരിച്ചു വരണം. നമുക്ക് ആ ഫീൽ വരുമ്പോ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മളിൽ ടാപ്പ് ചെയ്യാം. നമ്മൾ സെൽഫായി ടാപ്പ് ചെയ്യും.
ആവശ്യമുണ്ടെങ്കിൽ ഐ എം സേഫ്, ഐ എം സേഫ്, ഐ എം സേഫ്. എന്തായി? സീറോ ആവുന്നുണ്ടോ? സീറോ ആവുന്നുണ്ടോ? എക്കോ ഹാപ്പി ആവുന്നുണ്ടോ? ഭാരം കുറഞ്ഞു അല്ലേ? എക്കോക്ക് മാറ്റം വരുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എക്കോ മറ്റെന്തോ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങൾ കൊടുത്തിട്ട് കാര്യമല്ല, വേറെ ചില ആളുകൾ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും. ആരാണ് ആള്? ഫാദർ, മദർ, ഫാദർ ഇല്ലോ, മദർ ഇല്ലോ. പൈസ വേണം എക്കോക്ക്. അപ്പൊ ആരിന്നാ കിട്ടേണ്ടത് പൈസ? എക്കോക്ക് പൈസ കിട്ടിയില്ല, അപ്പൊ ആളെ കൊണ്ടുവരും. പൈസ കൊടുക്കാത്ത ഒരു വിഷമമുണ്ട്. ആ കിട്ടാത്ത വിഷമത്തെ ആരാണ് തരാത്തത്? എവിടുന്നാണ് നോക്കൂ, ആരാണ് ആ വ്യക്തി? ആ വ്യക്തി ഇപ്പോഴും അങ്ങനെയാണോ? നിങ്ങളിപ്പോ കാണുമ്പോ ആ വ്യക്തി ആ ഒരു കൊണ്ടുവരുമ്പോ എന്താണ് ഫീൽ? അപ്പൊ അവിടെ എന്ത് ചെയ്യും? ഒന്ന് ടാപ്പ് ചെയ്യാം. ആള് ഗുഡ് സെൽഫിന് വേണ്ടി ടാപ്പ് ചെയ്യാം. ആളെ ആ ഗുഡ് സെൽഫിന് വേണ്ടി ടാപ്പ് ചെയ്യാം. എക്കോനെയും ടാപ്പ് ചെയ്യാം. എല്ലാവരും കൊണ്ടുവന്നോ? ക്യാഷ് കൊടുത്തോ? സന്തോഷം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? എക്കോ ആഗ്രഹിച്ച് കിട്ടുന്നുണ്ടോ? എക്കോനെ മാക്സിമം തൃപ്തിപ്പെടുത്തുക കേട്ടോ. സീറോ ആയവര്, എക്കോന്റെ വേദന കുറഞ്ഞു വരുമ്പോ എക്കോക്ക് വേണ്ടത് ചോദിക്കുക. ആരിൽ നിന്നാണ് വേണ്ടത്? എവിടെ വെച്ചാണ് വേണ്ടത്? എപ്പോഴാണ് വേണ്ടത്? അവിടെ കൊണ്ടുപോവുക. എന്താണ് കൊടുക്കേണ്ടത് കൊടുക്കുക. ആ ഒരു ഫീലിംഗ്. എക്കോക്ക് തൃപ്തി വരുന്നില്ലെങ്കിൽ എക്കോ ടാപ്പ് ചെയ്യാം. കൊടുക്കുന്ന ആള് നല്ല രീതിയിൽ കൊടുക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആളെയും ടാപ്പ് ചെയ്യാം.
ക്യാഷ് തരാനുള്ള ആൾക്കാർ അങ്ങനെ എക്കോ ആയി കൊണ്ടുവന്ന ക്യാഷ് കിട്ടുമെന്നാണ്. അതല്ല ആദ്യം ചെയ്യാം. ആദ്യം ഇതിന് ഹീലിംഗ് ചെയ്യും കേട്ടോ, ബാക്കിയുള്ളത് പിന്നെ വരും. ആ കിട്ടാത്ത വേദന ഉണ്ടല്ലോ, അതിനെ ടാപ്പ് ചെയ്യാം. ക്യാഷ് കിട്ടിയില്ല, അപ്പൊ എക്കോനെ ടാപ്പ് ചെയ്യാം. ക്യാഷ് കിട്ടാത്ത വേദന അനുഭവിക്കുന്ന എക്കോനെ ടാപ്പ് ചെയ്യാം. വേദന, വേദന. വാട്ട്സ് എ നമ്പർ? -10 to +10. എവിടെയാണ് വേദന? ഭാരം, സങ്കടം, വിഷമം. ഐ എം സേഫ്. ഭാരം, സങ്കടം, വിഷമം. സേഫ്. ഓക്കെ. സീറോ ആവുന്നുണ്ടോ? കുറഞ്ഞു വരുന്നുണ്ടോ? ഒരു നിശ്ചിത സ്കെയിലിൽ കുറഞ്ഞു വരുന്നില്ലെങ്കിൽ അവിടെ എന്തോ ഒരു വീണ്ടും സ്റ്റക്ക് ആയിട്ടുണ്ടാവും. ഓക്കെ, സീറോ ആയി തസ്രീന, കൺഗ്രാറ്റുലേഷൻ. ആരെങ്കിലും സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ മറ്റെന്തോ ചോദിക്കുന്നുണ്ടാവും. ഓക്കെ, ഫ്രീ ആയോ? സീറോ ആയോ? ഷരീഫെ, സീറോ ആയോ? പറയൂ, കുറയുന്നുണ്ടാ? തസ്രീന പറഞ്ഞു, ബാക്കിയുള്ളവർ ടൈപ്പ് ചെയ്യും. ഓക്കെ ആണ്, വെരി ഗുഡ്. സീറോ ആയി. എന്താ ഷെരീഫ് കിട്ടുന്നത്? എന്താണ് ഓക്കെ ഉണ്ടാ? എന്താ ഓക്കെ ആണേ എന്നല്ലേ? ഓക്കെ, കുറഞ്ഞു വരുന്നുണ്ട്. സീറോ ആയി, ഓക്കെ ആയി, വെരി ഗുഡ്. ഇനി എന്ത് ചെയ്യണം? എക്കോ ഹാപ്പി ആയി, സീറോനെ ഹാപ്പി ആയി എന്നൊരു ഫീലിംഗ്. അവിടെ നമ്മൾ എന്ത് എക്കോക്ക് എന്താണ് വേണ്ടത്? കൂടുതൽ എന്താണ് എക്കോ കൂടുതൽ ഹാപ്പി ആവണമെങ്കിൽ എന്തെല്ലാം വേണം ഒന്ന് ചോദിച്ചു നോക്കൂ. ക്യാഷിന്റെ വിഷയം പറഞ്ഞ പോലെ തന്നെ എക്കോ ചിരിച്ചു എന്നാണ്. വെരി ഗുഡ്. നിജ്മത്ത, വെരി ഗുഡ്. എക്കോക്ക് എന്താ വേണ്ടേ? എക്കൊക്കെ എടുക്കാണ് പോകേണ്ടത്? എക്കൊക്കെ ആരെയാണ് കാണേണ്ടത്? എക്കൊക്കെ എന്ത് ഫീലിങ്സാ വേണ്ടത്? എക്കൊക്കെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം, വസ്തുക്കൾ, നേരത്തെ ക്യാഷ് പറഞ്ഞ എന്തെങ്കിലും വേണോ? കൊടുക്കാം അല്ലേ? അതാണ് റിസോഴ്സ് ചെയ്യാം.
+10 വരെ എത്തും. +10 എന്ന് പറഞ്ഞാൽ എക്കോ മാക്സിമം ഹാപ്പി എന്നൊരു സിറ്റുവേഷൻ. റെഡി അല്ലേ? 0 ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 0-അല്ല നിൽക്കുന്നത് അല്ലേ? ഹാപ്പി അല്ലേ എക്കോ? എക്കോ ഒരുപാട് ഹാപ്പി അല്ലേ? അപ്പൊ അത് +1 ആണോ, +2, +3, +4 അങ്ങനെ വരണം. +10 എത്തിയിട്ടുണ്ടോ ഹാപ്പി ആയിട്ട്? എക്കോ സമ്പൂർണമായും ഹാപ്പി ആണോ എന്നാണ് ചോദ്യം. +5 അല്ലേ? അപ്പൊ റിസോഴ്സ്, അപ്പൊ ബാക്കി +5 കൊടുക്കണേ എക്കോക്ക് എന്തൊക്കെയോ വേണം അല്ല? അതുകൊണ്ടല്ലേ എന്റെ അർത്ഥം. ടാപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ. എന്താ വേണ്ടത്? യെസ്. എന്താണ് എക്കോക്ക് വേണ്ടത്? സപ്പോർട്ട്. ഒറ്റപ്പെടലല്ലേ ഉണ്ടായത്? അപ്പൊ അവിടെ എന്താ വേണ്ടത്? സപ്പോർട്ട്. പ്രതീക്ഷ വരുന്നുണ്ടാവും അല്ലേ? ഓൾറെഡി പ്രതീക്ഷ വന്നിട്ടുണ്ടാവും. സന്തോഷം, സമാധാനം. സന്തോഷം, സമാധാനം, സംതൃപ്തി, പ്രതീക്ഷ, ക്യാഷ്. അംഗീകാരം, സപ്പോർട്ട്, കെയർ, വാത്സല്യം, ഒരു നല്ല വാക്ക്. ചിലപ്പോ അതായിരിക്കും അല്ലേ? ആരിൽ നിന്ന നല്ല വാക്കൊന്ന് കൊടുന്നോളൂ. ആളെ കൊടുന്നു. ആൾ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക. ആൾ നന്നായി വരും. റൗണ്ട് ടേബിൾ പോലെ ആരൊക്കെയാ വരുന്നത്? ആരൊക്കെയാ നിങ്ങൾ പ്രതീക്ഷിച്ചത് എക്കോ കൊണ്ടുവന്ന് കിട്ടണം? അത് കൊണ്ടുവരാം. എക്കോ കൊടുക്കേണ്ട മാക്സിമം എല്ലാവരും കൊടുക്കുന്നത്. ജസ്റ്റ് ടാപ്പ് ഓൺ. ഫീൽ ചെയ്യാം. ആരിൽ നിന്നൊക്കെ വേണം അതൊക്കെ കിട്ടുന്നത്? എവിടെ നിന്നൊക്കെ വേണം അതൊക്കെ കിട്ടുന്നത്? എന്തൊക്കെ വേണം അതൊക്കെ കിട്ടുന്നത്? എക്കോ കൊടുത്തപ്പോ തുള്ളിച്ചാടുന്നു എന്നാ പറയുന്നത് തസ്രീന. എക്കോ ശരിക്കും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണം കേട്ടോ. അതുവരെ കൊടുക്കണം.
അപ്പൊ എക്കോ മാക്സിമം ഹാപ്പി ആവട്ടെ. എക്കോ നന്നായി സന്തോഷിക്കുന്നുണ്ട്. സ്വർണ്ണ സന്തോഷം, സമാധാനം, സ്നേഹം, വാത്സല്യം, ക്യാഷ്, അംഗീകാരം, സപ്പോർട്ട്, കെയർ, എന്തൊക്കെ വേണം എല്ലാം കൊടുക്കുക കേട്ടാ, മുഴുവനും കൊടുക്കുക. എക്കോ ഇപ്പൊ പൂർണ്ണമായിട്ടും പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, പൂർണ്ണമായിട്ട് ഹാപ്പി ആയിക്കൊണ്ടിരിക്കുകയാണ്. എക്കോ വലിയ സന്തോഷത്തിലാണ്. എക്കോന്റെ ആ സന്തോഷം കാണുക. എക്കോന്റെ ആ ഹൃദയം ശരിക്കും ഒന്ന് ഫീൽ ചെയ്യുക. എക്കോന്റെ ആ വെളിച്ചം ഒന്ന് കാണുക. ഫീൽ ആ ഹാപ്പിനെസ്, ജോയ് ശരിക്കും ഇത് കാണട്ടെ കേട്ടോ. വേണ്ടതെല്ലാം ലഭിച്ചു അല്ലേ പറഞ്ഞോ, വേണ്ടതെല്ലാം ലഭിച്ചു. സംതൃപ്തി, സമാധാനം, സ്നേഹം, അംഗീകാരം, പരിഗണന. പറഞ്ഞോ, വേണ്ടതെല്ലാം കൊടുത്തില്ലേ? നിറസമൃദ്ധി അനുഭവിക്കുന്നേക്കോ വേണ്ടതെല്ലാം കൊടുത്തു, എല്ലാം കൊടുത്തു. എല്ലാ സന്തോഷം, സംതൃപ്തിയും, സമാധാനം, സേഫും, സപ്പോർട്ടും, കെയറും, ലവും, വാത്സല്യവും, അംഗീകാരവും, എല്ലാം 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 കൊടുത്തു. സോ ഹാപ്പി. യെസ് ഓർ നോ? ഓക്കെ. എക്കോനെ എന്ത് ചെയ്യാ? നന്നായിട്ട് നമ്മളിലേക്ക് ചേർത്ത് പിടിക്കുക. നമ്മളിലേക്ക് 0 ആയി കഴിഞ്ഞാൽ പിന്നെ എക്കോനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. നമ്മൾ തന്നെയാണല്ലോ. നമ്മളിലേക്ക് നന്നായി ചേർത്ത് പിടിക്കുക. നമ്മുടെ ഹൃദയത്തിൽ ആ വെളിച്ചം ഫീൽ ചെയ്യുക, ആ സ്നേഹ വെളിച്ചം. അത് നമ്മുടെ ബോഡിയിൽ നിറയെ പ്രസരിക്കട്ടെ. ഹൃദയത്തിൽ നിന്ന് ബോഡി മുഴുവൻ എല്ലായിടത്തും ഫീൽ ദാറ്റ്. ശരീരം മൊത്തം ആ സന്തോഷം, ആ വെളിച്ചം, ആ സ്നേഹം നിറയട്ടെ. വീണ്ടും ഹൃദയത്തിലേക്ക് തന്നെ വരിക. ശ്രദ്ധിക്കുക. സ്നേഹം, അംഗീകാരം, പരിഗണന, സപ്പോർട്ട്, കെയർ. ഹൃദയത്തിൽ അതിന് വെളിച്ചം നന്നായിട്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. സോ ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്, സോ ഹാപ്പി. അതിലേക്ക് എന്തെല്ലാം സന്തോഷം കൊണ്ടുവരൊക്കെ കൊണ്ടുവരും കേട്ടോ. എന്തെല്ലാം ചിത്രങ്ങൾ കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ്, സ്മെല്ല്, ടേസ്റ്റ്, ഫീല്. യെസ്, നന്നായിട്ട് അടിപൊളിയായിട്ട് അത് ഫീൽ ചെയ്യും. ഇങ്ങനെ സ്റ്റീപ്പ് ആൻഡ് സ്ലോ ബ്രത്ത്, ഡീപ്പ് ആൻഡ് സ്ലോ ബ്രത്ത് നന്നായിട്ട് അത് ഫീൽ ചെയ്യും. ഹൃദയത്തിൽ നിന്ന് ആ വെളിച്ചം, ആ സ്നേഹ വെളിച്ചം ഈ പ്രപഞ്ചത്തിലേക്ക്, മെട്രിക്സിലേക്ക്, നമ്മളെ ചുറ്റുപാടിലേക്ക്. ആദ്യം നമുക്ക് നമ്മുടെ റൂമിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ, എല്ലായിടത്തും, ലോകം മുഴുവനും
വിശ്വപ്രപഞ്ചം മുഴുവൻ എല്ലായിടത്തും എനർജി പാസ് ചെയ്യുന്നു. നമ്മളിലേക്കാണ് തിരിച്ചു വരിക. Take a nice slow deep breath. I'm so happy and blessed. I'm so happy and blessed. I'm so happy and blessed. ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കുക. ഫീൽ പതിയെ തിരിച്ചു വരാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. താങ്ക് യു, താങ്ക് യു. ഓക്കെ, പതിയെ തിരിച്ചു വരാം. ടേക്ക് യുവർ ടൈം, കം ബാക്ക്. പതിയെ തിരിച്ചു വരാം. ഇതേപോലെ ചെയ്തുകൊണ്ടേയിരിക്കുക കേട്ടാ. കുറച്ച് സമയം മാറ്റി വെക്കുക. എങ്ങനെ ചെയ്യാം, എവിടെയാണ്, എന്താണ് ഫീൽ ചെയ്യുന്നത് അതെടുക്കുക. ആ എക്കോന ഏജ് വെക്കുക, വിഷ്വൽ ചെയ്യുക. അതിനെന്ത് ചെയ്യുക, നമ്മള് ചാപ്പ് ചെയ്യുക.